എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MG യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് സെമസ്റ്റർ BCom ഉൾപ്പെടെയുള്ള ഡിഗ്രികൾക്ക് അവർക്ക് പാസ്സാകാൻ വേണ്ടി ഒരു പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടി എത്രയാണ് മിനിമം മാർക്ക് വേണ്ടെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം പറയുക. അതിനുശേഷം നമുക്ക് MG യൂണിവേഴ്സിറ്റി ഇറക്കിയ ഈ അടുത്ത 15-ാം തീയതി ഇറക്കിയ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാസ് പെർസെൻറ്റേജ് എത്രയാണ് വേണ്ടത്, അല്ലെങ്കിൽ എത്ര മാർക്കാണ് മിനിമം നമുക്ക് എക്സാം പാസ്സാവാൻ വേണ്ടത്, ഇൻറ്റേർണൽ എക്സ്റ്റേണൽ തിരിച്ച് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഒരു വിവരം അനുസരിച്ച് നമുക്ക് എക്സ്റ്റേണൽ എക്സാമിന്, അതായത് 70 മാർക്കിൻ്റെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ ആണെങ്കിൽ അതിൻ്റെ 30% 21 മാർക്ക് നമുക്ക് മിനിമം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. അപ്പം തന്നെ ഇൻറ്റേർണലോട് ഉൾപ്പെടെ, അതായത് 30 ഇൻറ്റേർണൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതോടെ ഉൾപ്പെടെ നിങ്ങൾക്ക് 100-ൽ 35 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അതായത് ഓവറോൾ 35% നിങ്ങൾക്ക് മാർക്ക് ലഭിക്കണം. ഒപ്പം തന്നെ എക്സ്റ്റേണലിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 30% 21 മാർക്കെങ്കിലും ലഭിച്ചിരിക്കണം നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടി. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. ഇനി നമുക്ക് ഈ ഒരു സർക്കുലറിലേക്ക് വരാം. പരീക്ഷാ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് MG യൂണിവേഴ്സിറ്റി ഇറക്കിയ ആ ഒരു സർക്കുലറിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്, സർവകലാശാലയിൽ നിന്നും ഓൺലൈനായി ലഭിക്കുന്ന ഹാൾ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കോളേജിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആ ഒരു ഹാൾ ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. then വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ സർവകലാശാല നിയമം അനുശാസിക്കുന്ന തരത്തിൽ പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് സംബന്ധിച്ച നിയമങ്ങൾ സർവകലാശാല ഇറക്കിയിട്ടുണ്ട്. ഒരു ബെഞ്ചിൽ 2 വിദ്യാർത്ഥികൾ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. then 30 വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻവിജിലേറ്റർ ഉണ്ടായിരിക്കും. വ്യത്യസ്ത പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ മാത്രമേ ഒരു ബെഞ്ചിൽ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ അല്ലേ. അതായത് ഒരു സബ്ജക്റ്റ് എഴുതുന്ന ഒരു കുട്ടി മാത്രമേ ഒരു ബെഞ്ചിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2 സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ, മറ്റ് BCom ആണെങ്കിൽ സയൻസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലോ പരീക്ഷകളുണ്ടെങ്കിൽ ആ ബെഞ്ചിൽ ഒരാൾ കൂടി ഇരിക്കാം. മാക്സിമം 2 പേർക്ക് മാത്രമേ ബെഞ്ചിലിരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു കുട്ടി മാത്രമേ ബെഞ്ചിൽ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. then വിദ്യാർത്ഥികളും ഇൻവിജിലേറ്ററും ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ, അടുത്തത് സർവകലാശാലയിൽ നിന്നും ഓൺലൈനായി നൽകുന്ന ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് നൽകണം. സർവകലാശാലയിൽ നിന്ന് ഓൺലൈനായിട്ട് നൽകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ചോദ്യപേപ്പർ സർവകലാശാല തന്നെ പ്രിപ്പയർ ചെയ്ത് അത് കോളേജിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 1, 3, 5, 7 സെമസ്റ്ററുകളിലെ എക്സാം അത് നടത്തുന്നത്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ MG യൂണിവേഴ്സിറ്റി തരും. അതിൻ്റെ വാല്യുവേഷൻ കോളേജ് തലത്തിൽ തന്നെയായിരിക്കും നടത്തുക. അതാത് കോളേജിലായിരിക്കും അതിൻ്റെ വാല്യുവേഷൻ നടത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈവൻ സെമസ്റ്റർ, അതായത് 2, 4, 6, 8 സെമസ്റ്ററുകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നു. ഒപ്പം തന്നെ വാല്യുവേഷനും അത് യൂണിവേഴ്സിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, മേൽനോട്ടത്തിലായിരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചോദ്യപേപ്പർ ലഭിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ പേരും രജിസ്റ്റർ നമ്പറും ചോദ്യപേപ്പറിന് മുകളിൽ എഴുതേണ്ടതാണ്. അവരുടെ പേരും രജിസ്റ്റർ നമ്പറും നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഉടൻ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി നൽകുന്ന ആൻസർ ബുക്ക്ലെറ്റ് മാത്രമേ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനൊപ്പം തന്നെ ആൻസർ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് നൽകും. ആ ആൻസർ ബുക്ക്ലെറ്റിലായിരിക്കണം നിങ്ങളിത് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. then വിദ്യാർത്ഥികൾ ഉത്തരക്കടലാസിൽ എഴുതിയ രജിസ്റ്റർ നമ്പർ കൃത്യമാണെന്ന് ഇൻവിജിലേറ്റർ ഉറപ്പാക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്, സീരിയൽ നമ്പർ എന്നത് ശരിയാണെന്നും ഉറപ്പാക്കണം. അപ്പോൾ ഉത്തരക്കടലാസിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് എഴുതാൻ വേണ്ടി സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കുക. then MCQ പരീക്ഷകൾക്ക് വ്യത്യസ്ത സീരീസിലുള്ള ചോദ്യപേപ്പർ ഒന്നിടവിട്ട രജിസ്റ്റർ നമ്പറുള്ള വിദ്യാർത്ഥികൾക്ക് നൽകണം. അപ്പോൾ അടുത്തടുത്തുള്ള ബെഞ്ചുകളിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് വ്യത്യസ്ത സീരീസിലുള്ള, അപ്പോൾ AB 2 സീരീസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ഓർഡറൊക്കെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത സീരീസിലുള്ള ചോദ്യം പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്തിരിക്കുന്ന കുട്ടിയുമായിട്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസിനുള്ള സാധ്യത അവിടെ കുറയും. അപ്പോൾ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുക. അതിന് പരീക്ഷാ സമയം ചോദ്യക്കടലാസിൽ ചോദ്യപേപ്പറിൽ നൽകിയിരിക്കുന്നത് പൂർത്തിയാകുമ്പോൾ എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും ഉത്തരക്കടലാസുകൾ ഉടൻ തന്നെ ശേഖരിക്കേണ്ടതാണ്. ഓരോ ദിവസവും പരീക്ഷ കഴിഞ്ഞ് ഓഫീസിൽ ഉത്തരക്കടലാസുകൾ കൃത്യമായി പാക്ക് ചെയ്ത് സീൽ ചെയ്ത് അത് ചീഫ് സൂപ്രണ്ട് ഉറപ്പാക്കും. ആബ്സെൻറ്റീസിൻ്റെ ലിസ്റ്റെല്ലാം കൃത്യമാണ് യൂണിവേഴ്സിറ്റിയുടെ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓരോ ഹാളിലും ഇൻവിറ്റേഷൻ കൂടി ചെയ്ത അധ്യാപകരുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് സൂക്ഷിക്കണം. പരീക്ഷയിൽ എന്തെങ്കിലും ക്രമക്കേട് ശ്രദ്ധയപ്പെട്ടാൽ സർവകലാശാലയിലേക്ക് നിയമാനുസൃതമായിട്ട് ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എക്സാം എഴുതാൻ വേണ്ടിയും തയ്യാറാകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്